ഇനിയിപ്പോൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കൂടിയാണ് ന്യൂസ് മോർണിംഗ് പോകുന്നത്. എന്തൊക്കെ നടക്കുന്നു ഈ ലോകത്തെന്ന് അറിയണം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അതുല്യ സെബാസ്റ്റ്യൻ വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകും. നമുക്കിത്തെ വാർത്തകളെല്ലാം തന്നെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ബംഗ്ലാദേശില് താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ആണവ ചർച്ച ഇന്ന് ജനീവയിൽ നടക്കുന്നു. അങ്ങനെ കുറച്ചധികം വാർത്തകൾ തന്നെയുണ്ട്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ബംഗ്ലാദേശിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഒരു പുതുചരിത്രം കുറിച്ചാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണയായി ബംഗഭവനിലാണ് സത്യപ്രതിജ്ഞ നടക്കാറ്. അതാണ് സുദീർഘമായ പാരമ്പര്യം. എന്നാൽ ആ പാരമ്പര്യത്തെ തിരുത്തിക്കുറിച്ച് ബംഗ്ലാദേശ് പാർലമെന്റായ ജാതീയ സൻസദിലെ സൗത്ത് പ്ലാസയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. ആദ്യം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞ നടക്കുന്നത്. 297 നിയമസഭാംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഭരണഘടനാപരമായ മാറ്റത്തിന് അടിവരയിട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഈ 297 നിയമസഭാംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. നിയുക്ത പ്രധാനമന്ത്രി താരിഖ് റഹ്മാനും അദ്ദേഹത്തിന്റെ ആദ്യ മന്ത്രിസഭയ്ക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ്. 13 രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണമുണ്ട്. പക്ഷേ മോദി പങ്കെടുക്കുന്നില്ല. കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോദിക്ക് പകരം സ്പീക്കർ ഓം ബിർള ആയിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം BNPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. അത് 11:30-ക്കാണ്. ഈ യോഗത്തിൽ വെച്ച് പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കറിയാം, 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം കഴിഞ്ഞ ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ തന്നെ ഒരു നിർണായക മാറ്റമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് അത്രത്തോളം തന്നെ പ്രാധാന്യവുമുണ്ട്. അടുത്തതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രി വൈകി മുംബൈയിലാണ് എത്തിയത്. പ്രതിമ വനിത ബ്രിജിത്ത് മാക്രോണും അദ്ദേഹത്തിനൊപ്പമുണ്ട്. വ്യാഴാഴ്ച വരെ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാകും. പ്രധാനമായും മാക്രോൺ വന്നിരിക്കുന്നത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഡൽഹിയിലെ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ്. അതിൻ്റെ ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. നിർണായകമായ ചർച്ചകളാണ്. അപ്പോൾ അതിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പങ്കാളിത്തത്തിലെ പുരോഗതിയെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ചർച്ചകളൊക്കെ മാക്രോണും മോദിയും നടത്തുന്നുണ്ട്. അതുപോലെ ചില നിർണായക കരാറുകൾ കൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. അത് പ്രതിരോധം, ബഹിരാകാശം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലൊക്കെ ചില നിർണായക കരാറുകളിൽ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മുംബൈയിലെ സുപ്രധാനമായ ഒരു ചടങ്ങുണ്ട്. അത് 2026 ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനവും മോദിയും മാക്രോണും ചേർന്ന് നിർവഹിക്കുന്നുണ്ട്. മാത്രമല്ല, വൈകിട്ട് മറ്റൊരു പരിപാടി കൂടിയുണ്ട്. സാങ്കേതിക വിദ്യ, സാംസ്കാരിക കൈമാറ്റം എന്നിവയിൽ ഊന്നിയുള്ള ആഘോഷങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വെച്ച് ഔദ്യോഗികമായി തുടങ്ങിയാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാക്രോൺ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പ്രതിരോധ വകുപ്പ് തീരുമാനമെടുത്തിരുന്നു. 3.5 ലക്ഷം കോടി രൂപ ചെലവഴിച്ച് 114 യുദ്ധവിമാനങ്ങൾ വാങ്ങാനാണ് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാക്രോണുമായി വിശദമായ ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഹെലികോപ്റ്ററുകളുടെ സംയുക്ത നിർമ്മാണം, ഹാമർ മിസൈലുകൾ എന്നിവയെക്കുറിച്ചും ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയിൽ വലിയ ചുവടുവയ്പ്പുകളാണ് ഈ സന്ദർശനത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ബംഗളൂരുവിൽ വെച്ച് 6ാമത് വാർഷിക പ്രതിരോധ സംഭാഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാർ ഒരു 10 വർഷത്തേക്ക് കൂടി പുതുക്കി ഒപ്പുവെക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് ഇറാൻ അമേരിക്ക 2ാം ഘട്ട ആണവ ചർച്ച ഇന്ന് ജനീവയിൽ നടക്കുന്നു എന്നതാണ്. ഗൾഫ് മേഖലയിൽ ഇപ്പോഴും യുദ്ധഭീതി തുടരുകയാണ്. അതിനിടയിലാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും
ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ജനീവയിൽ വെച്ച് തന്നെ വിശദമായി ചർച്ച നടത്തിയിരുന്നു. ഒമാന്റെ പ്രധാന ഉദ്ദേശം എന്നത് പറയുന്നത് അത് ഇറാനെ പ്രേരിപ്പിച്ച് എങ്ങനെയെങ്കിലും അമേരിക്കയുമായി ആണവ കരാറിലേക്ക് എത്തിക്കുക എന്നതാണ്. പക്ഷേ ഇറാൻ പറയുന്നത് ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ തങ്ങൾ ആണവ ധാരണയ്ക്ക് തയ്യാറാവുകയുള്ളൂ എന്നാണ്. അതേസമയം ചർച്ച എന്നൊക്കെ പറയുമ്പോഴും അമേരിക്ക അതിനിടയിൽ കൂടി ഭീഷണി എന്ന തന്ത്രവും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ചർച്ച, മറുവശത്ത് യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു യുദ്ധക്കപ്പൽ കൂടി, ജെറാഡ് ആർഫോർഡ് എന്ന യുദ്ധക്കപ്പൽ കൂടി അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് ചർച്ചകളിലൂടെയുള്ള പരിഹാരങ്ങൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നാണ്. അതേ അമേരിക്ക തന്നെയാണ് സംഘർഷത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇറാൻ വെറുതെ ഇരിക്കുമോ? അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നാവികാഭ്യാസം നടത്തിയാണ് ഇറാൻ ഇതിനോട് അമേരിക്കയുടെ ഈ നീക്കത്തോട് പ്രതികരിച്ചത്. ഇറാൻ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ഭീഷണിയുടെ ഭാഷയൊന്നും തങ്ങളോട് വേണ്ട, നീതിയുക്തമായ ചർച്ചയാണെങ്കിൽ തങ്ങൾ എപ്പോഴും റെഡിയാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ഇന്ന് രണ്ടാം ഘട്ട ചർച്ച നടക്കുകയാണ്. ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനും വ്യവസായിയുമായ ജെറാഡ് കുഷ്നറുമാണ് US സംഘത്തെ നയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകൾ.